അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാന്റെ സൈനിക നടപടിയെ യുഎന്നിൽ ശക്തമായി വിമർശിച്ച് ഭാരതം. പാകിസ്ഥാന്റെ നിലപാട് ഇരട്ടത്താപ്പെന്നും ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഭാരത പ്രതിനിധി പർവതനേനി ഹരീഷ് കുറ്റപ്പെടുത്തി. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. Pakistan's campaign of military airstrikes against Afghanistan is causing huge civilian casualties and sufferings to the Afghan people. We reiterate Secretary General's deep concern at civilian casualties caused by airstrikes, cross-border firing, and targeted killings as detailed in UNAMA reports. We support the Secretary General's call urging compliance with obligations under international law, including international humanitarian law, and ensuring protection of civilians. We also support UNAMA's earlier calls for investigation to ensure accountability, prevent recurrence, and uphold victims' rights. Such unconscionable acts of violence are a blatant assault on Afghanistan's sovereignty and a threat to the region's peace and stability. India strongly condemns the airstrikes on Afghan territory, which are flagrant violations of international law and the UN Charter and the principle of state sovereignty. ഐസൻ, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഭാരതത്തിന് ഒരു കയ്യടി കൊടുക്കാം അല്ലേ? കാരണം യുഎന്നിൽ പാകിസ്ഥാന്റെ തനിനിറം അത് വലിച്ചു കീറിയിരിക്കുകയാണ് ഭാരതം എന്ന് പറയുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാന്റെ സൈനിക നടപടി അത് പലയിടങ്ങളിലും പാകിസ്ഥാന് നിലപാടില്ല, പക്ഷെ പലയിടങ്ങളിൽ പാകിസ്ഥാൻ ഇരട്ട നിലപാടാണ്. എന്തായാലും ഈ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാന്റെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഈ യുഎന്നിൽ ഭാരതം ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്? അശ്വതി, വിനോദ്, നേരത്തെ നമ്മളിപ്പോൾ കണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായി അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ശക്തമായ രീതിയിലുള്ള വ്യോമാക്രമണമാണ് ഈ അഫ്ഗാനിസ്ഥാൻ്റെ പല മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയത്. സ്വാഭാവികമായും ഇതിനെ അതിശക്തമായി എതിർക്കുന്നൊരു നിലപാടാണ് ഭാരതത്തിൻ്റെ പ്രതിനിധി പർവതനേനി ഹരീഷ് ഇപ്പോൾ യുഎന്നിൽ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, അഫ്ഗാനിസ്ഥാനെതിരായുള്ള പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ തീർച്ചയായും ഒരു തെറ്റായ സമീപനമാണ്, തെറ്റായ കീഴ്വഴക്കമാണ് കാഴ്ചവെക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ചും UN ചാർട്ടറിനനുസരിച്ചുമാണ് പ്രവർത്തിക്കേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. മാത്രമല്ല, മനുഷ്യാവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ മാനവിക നിയമങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു അതിക്രമമാണ് അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ നടത്തുന്നതെന്ന കൃത്യമായൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ പ്രതിനിധി യുഎന്നിൽ സ്വീകരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ മനുഷ്യത്വഹീനവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും എന്നതിനപ്പുറം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറാനുള്ളൊരു നീക്കമെന്ന തീർത്തും ജനാധിപത്യ വിരുദ്ധമായ, രാഷ്ട്രീയ വിരുദ്ധമായ നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നതെന്ന അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭാരതവുമായി മികച്ച രീതിയിൽ സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാവുന്നതാണ്, നയതന്ത്ര ബന്ധത്തിലും വാണിജ്യ ബന്ധത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും വിശാലമായ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരുന്നൊരു സാഹചര്യം ഈ അടുത്ത കാലത്തായി അല്ലെങ്കിൽ 5-6 മാസത്തിനുള്ളിൽ ശക്തമായത് തുടരുന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നിലപാടുകളുമായി പാകിസ്ഥാനെതിരെ ഭാരതത്തിൻ്റെ പ്രതിനിധി യുഎന്നിൽ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായ ആക്രമണങ്ങളെ ഒട്ടും അംഗീകരിക്കുന്നില്ല എന്ന് കൃത്യമായി തന്നെ ഭാരതം യുഎന്നിൽ നിലപാടെടുക്കുകയാണ്. ശരി ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും രൂക്ഷ വിമർശനമാണ് ഭാരതം യുഎന്നിൽ പാകിസ്ഥാനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് അത് ഒന്നുകൂടി തുറന്നു കാട്ടിയിരിക്കുകയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഭാരതമെന്ന് തന്നെ പറയണം.